ചെയ്തോൻ മശിഹാ നിൻ ശരണത്തിൽ നിദ്രിതരാ ഭക്തർ കരുണമോ കാനം. തള്ളിയ മൺമയനെ ഖേദിക്കേണ്ട നീ പ്രതിയും ജീവനുമേകിടും ദൈവസുതൻ ഞാനെന്നോ ദിയ ബഹുബലവാനാം സ്വർഗീയൻ സ്തുത്യൻ ചാതു ഭുവനത്തെ മരണനുകത്തിൽ ബന്ധിച്ചൊരു വിജ്ഞൻ സൃഷ്ടാവുന്നതരായി മേവും കൃപരെ പദവികളിൽ നിന്നും ഭീകരരാകും വിധികള ഭരണത്തിൽ നിന്നും നീക്കുന്നു തൃപ്പാവനതനുമോടുവിനിൻ രുതിരവുമേറ്റൊരു വിശ്വാസികൾ മൃതരേറ്റിടുമേ ധൂപത്താൽ പുണ്യം ജീവ പ്രധാനമശിഹാനിൻ ദൈവികമാ പരഭാഗത്തവർ നിലകൊണ്ടങ്ങേ സ്തുതി പാടിടുന്നേ. സർവശക്തിയുള്ള പിതാവായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടാതുമായ സർവ്വത്തിന്റെയും സൃഷ്ടാവായ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും പിതാവിന് ജനിച്ചവനും പ്രകാശത്തിലുള്ള പ്രകാശവും സത്യത്തിലുള്ള സത്യതയും ജനിച്ചവനും സത്യലാതനും തരാംശത്തിലാവിനോട് സമത്വമുള്ളവനും മനുഷ്യാനത്തിനോട് രക്ഷിക്കാൻ വേണ്ടി നിഷ്പ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശ്വഹാനും ദൈവമാതാവാശി പ്രിയാം ശരീരാതിർന്ന മനുഷ്യനായി ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുറിച്ചടക്കപ്പെട്ട് കർഷകരോശം മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തുന്ന സ്വർഗത്തിലേക്ക് കയറി ുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ തന്റെ പരിമോഹം വരുവാനിരിക്കുന്നവനും ആയ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ പുറപ്പെട്ട പിതാവിൽപ്പെട്ട സൃഷ്ടിക്കപ്പെടുന്നവനും സംസാരിച്ചതുമായി ഏകബിഷബിയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനും മാമോദീസ ഒരിക്കൽ മാത്രമാണ് നിങ്ങളെ പറഞ്ഞു മരിച്ചുകൊണ്ട് ഉറപ്പനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമാണ് നോക്കി പാർക്കുന്നു. മക്കളുടെ അപ്പനും കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഹല്ലേലൂയ. ശരണത്താലേ നിൻ കൃപയിൽ ജീവശരണമേ കബറിലും ധ്യാനത്തിനായി സോമൻകാലസുറിയേലായിസോകുന്നോൻ രാജാവിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളിൽ അവരവരോടെഴുന്നേറ്റു എഴുകുന്നീനെ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ. എന്റെ ശരീരം കാക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവോൻ പാതാളത്തിൽ പോകാനാകിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അന്നെ കേട്ടു മരിച്ചതു ഞാൻ എന്നും കരുണ നിറഞ്ഞവനേ പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയ നീ പുതുതാക്കിയിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ
വരവിനു കാത്തിടും മൃദരിൽ കനിയണമേ അവരപരാഗത്തിൻ സഹായുടെയും യാക്കോബിനുടെയും വഴിയിൽ പാർക്കണമേ വന്നവനും വരുവോനും സുതനെന്നു ശരീര മക്കൾ പാടണമേ. ഞങ്ങളുടെ കർത്താവ് ദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് ഭയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകളെ കേൾക്കണമേ, ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാവപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തിനുള്ള ശരണത്തിൽ ഇത് പ്രാപിച്ചിരിക്കുന്ന ഈ ദാസനെ പാവപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടി ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ എതിർഭാവിച്ചിരിക്കുന്ന ഈ വിശാടപ്രദനെ ദൈവത്തിന്റെ നിർമ്മല കൈയാൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം. കർത്താവ് സന്തോഷപൂർണമായ ഉന്നതസ്ഥാനം ഈ നിന്റെ ദാസന് നൽകട്ടെ. സ്വർഗരാജ്യത്തിലെ മണവറയും തോട്ടവും മേശയും കർത്താവ് ഇവനെ നൽകുമാറാകട്ടെ. കണ്ണുകളാൽ കാണപ്പെടുകയോ ചെവികളാൽ കേൾക്കപ്പെടുകയോ മനുഷ്യഹൃദയങ്ങളാൽ ഗ്രഹിക്കപ്പെടുകയോ ചെയ്തില്ലാത്തതും ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ഒരുക്കി വച്ചിരിക്കുന്നതുമായ വാഗ്ദാനം കർത്താവ് ഈ ദാസനിൽ നിറവേറ്റുമാറാകട്ടെ. കർത്താവ് അവൻ്റെ പാപങ്ങൾ പരിഹരിക്കുകയും തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ക്ലേശപൂർണമായ ലോകത്തിൽ വെച്ച് ഇവൻ ചെയ്തു പോയിട്ടുള്ള പാപങ്ങളും തെറ്റുകളും ദൈവം മായ്ച്ചു കളയട്ടെ. തൻ്റെ മഹാകരുണയാൽ അവയെ ഓർക്കാതിരിക്കുകയും ചെയ്യുമാറാകട്ടെ. നീതിമാന്മാർ തന്നെ ചെയ്യുന്നതായ സമയത്ത് ഈ ദാസന് കരുണ ചെയ്യുമാറാകട്ടെ. കൃപാലുവായി തന്നെ കോപിച്ച ദുഷ്ടന്മാരുടെ ദൈവം പ്രതികാരം ചെയ്യുന്ന സമയത്ത് കരുണയാവശ്യമായിരിക്കുന്ന ദിവസത്തിൽ ദൈവം ഈ ദാസന് കരുണ ചെയ്യുമാറാകട്ടെ. ദൈവം തന്നെ വിശുദ്ധന്മാരുടെയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെയും കൂട്ടത്തിൽ ഇവനെ ആനന്ദിപ്പിക്കട്ടെ. ദരിദ്രനായ ലാസറിനോട് കൂടെ ഇവനെയും ദൈവം ആനന്ദിപ്പിക്കുമാറാകട്ടെ. കാരുണ്യമാകുന്ന നല്ല എണ്ണ കൊണ്ട് തങ്ങളുടെ ദീപേക്ഷകൾ ഇട്ടുപോകാതെ തെളിയിച്ച ബുദ്ധിമാൻ മധ്യവതികളായ 5 കന്യമാരോടൊപ്പം ദൈവം ഇവനെയും ആനന്ദിപ്പിക്കുമാറാകട്ടെ. തങ്ങളുടെ അടുക്കൽ നിന്നുള്ള ഇവൻ്റെ വേർപാടിൽ വിലപിച്ചും ദുഃഖിച്ചും ഇവിടെ അവശേഷിക്കുന്നവരെ മിശിഹാ തമ്പുരാൻ കരുണയോടെ ആശ്വസിപ്പിച്ച് ധൈര്യപ്പെടുത്തുമാറാകട്ടെ. കർത്താവ് അവർ മുഖങ്ങളിൽ നിന്ന് കണ്ണുനീരും ഹൃദയത്തിൽ നിന്ന് നീറുന്ന വേദനയും നീക്കിക്കളഞ്ഞ് അവന് സത്യമുദ്ര പതിപ്പിക്കുമാറാകട്ടെ. ലാസറിന്റെ സഹോദരികളെ തങ്ങളുടെ സഹോദരന്റെ ഉയർപ്പ് മൂലം സന്തോഷിപ്പിച്ചവനായ ദൈവം ഈ നിന്റെ ദാസന്റെ വേർപാടിൽ ദുഃഖിച്ചിരിക്കുന്ന എല്ലാവരെയും ആശ്വസിപ്പിച്ച് സന്തോഷിപ്പിക്കുമാറാകട്ടെ. My brethren and beloved, you have come and fulfilled the word of the divine scripture, which commands, saying, console each other and encourage one another. Bury the dead and be justified by it. Do not withhold grace from the dead. It is better to go to a house of mourning than to go to house of feasting. May God come for your help and grant you peace and concord. May God remit your debts and forgive your faults by His abundant loving kindness. May our Lord Jesus Christ answer you whenever you call upon Him with a good heart and with purity and holiness. May God grant your request from His full and rich treasure house. May God grant you to hear gladly voice which invites saying, come, enter present my Father, inherit the kingdom of heaven that is prepared for you even before the foundation of the world. May God absolve your sins and those who are departed, and for this servant, our Father, who was fallen asleep in his hope. May God call him and raise him at his right hand, where God had established the booth of the firstman before the sin. There itself be his dwelling and joy. We pray and we see that this may be done and fulfilled in the heavenly church as well as in the earthly church, especially by the prayers of God-bearer Mary and all saints. By His grace, may God give rest to His servant and worshipper who has fallen asleep in His home.
May there be the mercies of God upon our congregation in both worlds, forever and ever. Amen. ആകാശത്തെ ഭൂമിയെ സൃഷ്ടി കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഭവിക്കുന്നവരാകുന്നു. ആത്മീയമായും നമ്മുടെ കൂടി വരും, പ്രത്യേകിച്ച് കർത്താവിൻ്റെ ദാസനും നമ്മുടെ പിതാവുമായ ഈ മകനെ, എൻ്റെ ദാസനെ സംസ്കാര ശുശ്രൂഷയും ഞങ്ങളോടൊന്ന് സംബന്ധിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവതമ്പുരാൻ കർത്താവ് അംഗീകരിക്കുമാറാകട്ടെ. ദൈവതമ്പുരാൻ മാതൃഭൂമിക്ക് പിതാവിൻ്റെ ഗർഭത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ആശ്വാസം വളരട്ടെ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ കുറവുകളും പരിഹരമായ പ്രാർത്ഥന മേലുള്ള സ്വഭാവമായി കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമാക്കി തീർക്കണമേ. ഞങ്ങളോട് കണ്ണ ചെയ്യണമേ. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയനീ പുതുനാടണമേ. നിന്റെ ശരണത്താൽ നിന്റെ വരവിനു കാത്തിടും യാക്കോബിനുടെയും മടിയിൽ പാർക്കവനു വരുമോ May the love of God the Father, the grace of the only begotten Son, the communion and fellowship of the Holy Spirit be upon each and every one of you, now and ever, and unto the ages of ages. സോദരരേ
വിരമിപ്പിച്ചോരാ സകല പരേതർക്കും മോചനമേ ഗണമേ നിന്നോടെ വന്ദിനമതിലവർ മോദിക്കണമേ. അവരഴലില്ലാതെ തേജോധാരികളാ മണവറയെ മോദാ പ്രാപിച്ചിടേണം. സ്തുതികാരുണ്യത്താൽ സൃഷ്ടിച്ചോൻ ജനതാം സ്തോത്രം ശ്രീവായാൽ രക്ഷിച്ചോൻ തനയാം സ്തോത്രം പ്രാണതനാം പരിശുദ്ധാത്മാവേ ഞങ്ങളിലെപ്പോഴും വശീകാരക്ഷകനേ കനിവുണ്ടാകണമേ. അടിയാരും ഹൃദയം നിന്നെ എന്നെന്നും സ്തോത്രം ചെയ്തിടും. സോദരരേ കൂടിൻ എന്നെയോർത്തിടിൻ. നിങ്ങളുടെ സംസർഗം വിട്ടേനെന്നേക്കും. യാത്ര പുറപ്പെട്ടേ ഭോജ്യമെനിക്കില്ല. എന്നെ കൈക്കൊള്ളുവാൻ പ്രിയരെ പ്രാർത്ഥിപ്പിൻ. ആർദ്രതയാൽ നാഥദേവാ ദാസന്മേ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ. വത്സലരേ പാതാളത്തിൻ വഴിയും പാർപ്പിടവും പാർത്ത നിങ്ങളെ വേർപിരിയാനെന്നെ ഇപ്പോൾ ആഹ്വാനം ചെയ്തു. ആർദ്രതയാൽ നാഥദേവാ ദാസന്മേ ഗണമേ പുണ്യം നിൻ മഹിമോദയനാൾ തന്നിൽ നിർത്തണമേ വലമായി വനേ.
എഴുതി മൃതിമസിഹായിൽ പ്രാപിച്ചോരേ മരണം ബാധിക്കില്ലെന്നേവം മസിഹാനിദ്രാവസനായോർ വീണ്ടും മൃതിയേൽക്കില്ലെന്നുഘോഷിച്ച ശാസ്ത്രീശൻ നുകരുന്നോരു കടും കൈപ്പാണി മരണാസം വരികജനം പോകാമുടയോൻ നിന്നെ ആരായും എന്നാത്മാവോ നാദൂതൻ ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിലൊഴുക്കിക്കൊണ്ടാത്മാ ഓതുന്നു ശാന്തിയൊടുക്കാലത്തോളം തരുവേ നിവസിക്കാം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ വേർപാടിൻ വേളയിലാത്മം നെയ്യോടുര ചെയ്യും എന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമസ്ഥർക്കേകി ഭീകരസിംഹാസന സവിധം പോകും നേനെന്റെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ ആർദ്രതയാൽ നാഥാദേവ ദാസന്റെ ഗണമേ പുണ്യം നിൻ മഹിമോ